വിദ്യയോ? ഇതിലപ്പുറത്ത് വിദ്യ വേണ്ടത് എൻ്റെ കേൾക്കാൻ ഇവിടെ ഒരു ദിവസം ഇരിക്കുന്ന തന്നെ വലിയ വിദ്യയല്ലേ. നെഗറ്റീവാണോ പോസിറ്റീവാണോ ഇയാൾ പറയുന്ന പോലെ? വിധി നെഗറ്റീവാണോ പോസിറ്റീവാണോ? രണ്ടും അല്ല. നമുക്ക് ഫേവറബിൾ ആയിട്ട് തോന്നുമ്പോൾ നമ്മൾ എന്ത് പറയും? അത് അല്ലേ, ഭാഗ്യം എന്ന് പറയും. വിധിയുടെ രണ്ട് പേരുകൾ, ഒന്ന് ഭാഗ്യം, വിധി തന്നെയാണ് ഭാഗ്യം അല്ലേ. നല്ല ഫേവറബിൾ ആയിട്ട് വന്നാൽ ഭാഗ്യം, ഫേവറബിൾ അല്ലെങ്കിലോ നിർഭാഗ്യം. അപ്പൊ വിധി എന്ന് പറയുന്നത് എന്താണ്? അൺപ്രഡിക്റ്റബിൾ എന്നേ അർത്ഥമുള്ളത്. അത് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ എന്ന് എനിക്ക് പറയാൻ പറ്റാത്ത എല്ലാ സംഭവത്തിനെയും എന്തായിട്ട് പറയും? വിധി. ഒരു കഥ പറയാം. കഥ ഇഷ്ടമല്ലേ? ഒരു വയസ്സായിട്ടുള്ള ഒരാൾക്ക് പണ്ട് കാലത്തെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ, ഇപ്പൊ ഭാഗ്യം എന്ന് പറയുന്നത് വിധിയാണല്ലോ. എന്താണ്? കുതിര കിട്ടുക എന്നുള്ളതാണ്. കുതിരയാണെന്ന സ്റ്റാറ്റസ്. അമേരിക്കയിലൊക്കെ അങ്ങനെയാണ്. ചെറിയൊരു രാജ്യം. നമ്മൾ 7 സ്റ്റേറ്റ്സ് കറങ്ങാൻ പോയ സമയത്ത് 3 മീറ്റർ വരെ ഐസാവുന്ന സ്ഥലമുണ്ട് അവിടെ, നിറയും. അപ്പോൾ ആൾക്കാരെങ്ങനെ ജീവിക്കുക? അവിടെ കാർ ഓടിക്കാൻ പറ്റും, 3 മീറ്റർ കാർ റോഡൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ ഇന്നും യാത്ര എന്തിലാ? കുതിരയിലാണ്. ആകെ 10-40 പേരുള്ള ഒരു ചെറിയ വില്ലേജ്, 120 കുതിരകളുണ്ട്. ഒരാൾക്കൊരു കുതിരയല്ല, ഒരു വീടിനൊരു കുതിരയല്ല, ആകെ ഉള്ള ജനങ്ങൾ തന്നെ അത്രേ ഉള്ളൂ. അതിനേക്കാളും കൂടുതൽ കുതിരകളുണ്ട്. കാരണം അവരുടെ ഒരു സ്റ്റാറ്റസ് ആണ് കുതിര. കാരണം അവിടെയൊക്കെ ജീവിക്കണമെങ്കിൽ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. കുതിരയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഓക്കെ. അപ്പോൾ ഒരു പാവപ്പെട്ട വ്യക്തി, മരിക്കാറായ ഒരു വ്യക്തി, തൽക്കാലം കുക്കിംഗ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ, അയാളുടെ വീട്ടിലേക്ക് ഒരു കുതിര വരുന്നു. അപ്പോൾ എന്ത് വന്നു? ഭാഗ്യം. ഒരു വിധി അല്ലേ? എന്ത് ഭാഗ്യവാനായ അയാൾ. എല്ലാ ആൾക്കാരും പറഞ്ഞു അയാൾ ഭാഗ്യവാനാണോ. ശരിയാണോ അല്ലയോ? ഉറക്കെ പറയേ. നിങ്ങളുടെ ജീവനുണ്ടെന്നാണ്. ഏത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്? എൻ്റെ മാത്രമല്ല, നിങ്ങളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അയ്യോ, എന്താ നീല ഡ്രസ് ഇട്ട് വരുമായിരുന്നോ? നമുക്കുള്ളതല്ലേ കാണുള്ളൂ. അപ്പൊ എല്ലാരും പറഞ്ഞു ഭാഗ്യവാൻ. ആര് ഭാഗ്യവാൻ? വയസ്സായിട്ടുള്ള ആൾ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ കുതിരയെ കയറിയിട്ട് എവിടെയും പോകാൻ പോണില്ല. അയാൾ സാധാരണ ഭക്ഷണം കഴിച്ചിട്ട് തൽക്കാലം കഞ്ഞി വെച്ച് കുടിക്കുന്ന ആൾ ഇനി കുതിരക്കുള്ളതും കൂടി കൊടുക്കണം. വേണ്ടേ? ഇത് കഷ്ടപ്പാടാന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് വിചാരം അയാൾ ഭാഗ്യവാനാണെന്ന്. അയാളുടെ എന്താണ്? എൻ്റെ ഒരു വിധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഫൈൻ. എന്നാലും കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കും, കളക്ട് ചെയ്ത് കൊടുക്കും. കുതിരയെ ഭാഗ്യം അങ്ങനെ കളയാൻ പാടില്ലല്ലോ. കിട്ടിയതിന് അവിടെ കെട്ടാറൊന്നുമില്ല, അവിടെ ഇങ്ങോട്ട് വിട്ടു. ഭാഗ്യമുള്ളത് പോകുന്നില്ലല്ലോ, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ കെട്ടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. കെട്ടിവെക്കുന്നതൊക്കെയാണ്. അങ്ങനെ വരുന്നതൊന്നും പോവില്ല. ഭഗവാൻ തരുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, അവിടെ തന്നെ ഉണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ കൊച്ചുമകൻ വന്നു. വളരെ പ്രായമുള്ള ആളാണ്. മകൻ്റെ മകൻ വെക്കേഷന് ആരെടുത്ത് വന്നു? മുത്തശ്ശൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ പിള്ളേർ വന്നപ്പോൾ എന്ത് ചെയ്യും? ഉടനെ കുതിരപ്പുറത്ത് കയറിയിട്ട് സവാരി ചെയ്യാനുള്ളൊരാഗ്രഹം. യെസ്. അപ്പോൾ മുത്തശ്ശനും തോന്നി, കൊച്ചുമകനും തോന്നി, ജനങ്ങൾക്കും ഒക്കെ തോന്നി ഇതെന്തായിരുന്നു? ഭാഗ്യം. അല്ലെങ്കിൽ ഈ പയ്യന് ഞാൻ എന്ത് എൻ്റർടൈൻമെൻറ്റാണ് കൊടുക്കുക? ഇപ്പം എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ ഒരു സാധനം കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും സന്തോഷമായി. പിന്നെ ഭക്ഷണം കളക്ട് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ പയ്യൻ പോയി ചെയ്തോളൂ. പക്ഷെ ഇവന് കുതിര ഓടിക്കാൻ അറിയൊന്നുമില്ല. അപ്പോൾ എന്ത് പറ്റി? 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ് കാലൊടിഞ്ഞു. ഒരു വിധി. ഇത്രയും കാലം നല്ലതെന്ന് പറഞ്ഞത് ഒറ്റൊരു വീഴ്ച കൊണ്ട് എന്തായി മാറി? മോശമായി മാറിയില്ലേ? ആ സമയത്തും ഈ വയസ്സായിട്ടുള്ള സാത്വികനായിട്ടുള്ള വിസ്ഡമുള്ള ആൾ പറഞ്ഞത് ഇതൊക്കെ ഭഗവാൻ നിശ്ചയിക്കും. കുതിര വന്നപ്പോഴും പറഞ്ഞു, മകന് എൻ്റർടൈൻമെൻ്റ് ആയപ്പോഴും പറഞ്ഞു, നല്ലത് ചീത്ത നല്ലത് ചീത്ത എന്ത് നടക്കുമ്പോഴും വിദ്യ എന്താ പറയുക? കുഴപ്പമില്ല, ഇതാണെങ്കിൽ ഇത്, ഇല്ലെങ്കിൽ ഇല്ല, എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ആ സമയത്താണ് അടുത്ത രാജ്യത്ത് യുദ്ധം. എല്ലാ യൂത്തുകളെയും ആര് പിടിച്ചുകൊണ്ട് പോകും? രാജാവ് പിടിച്ചുകൊണ്ട് പോകും. ഓക്കെ. എല്ലാ വീട്ടിലും ആൾക്കാർ പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി. ഈ കൊച്ചുമോനെ പിടിച്ചുകൊണ്ടുപോയോ? എന്താ കാരണം? കാലൊടിഞ്ഞു. അപ്പോൾ എല്ലാ നാട്ടുകാരും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം, കറക്റ്റ് സമയത്താണ് വീണത്, രക്ഷപ്പെട്ടു അയാൾ. അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഇനിയിപ്പോൾ എന്താവെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ?
ആകെ ഒരു പയ്യനെ നമ്മുടെ ചിലപ്പോൾ ഈ വില്ലേജിൽ ഉണ്ടാവുള്ളൂ. അതാരായിരിക്കും? അവൻ്റെ ഒരു ഭാഗ്യം, മുത്തശ്ശൻ്റെ ഒരു ഭാഗ്യം, കുതിര വന്ന തന്നെ വലിയ ഭാഗ്യം അല്ലേ? എല്ലാവരെയും പിടിച്ചോണ്ട്. രാജാവിന് കുട്ടികളെ മാത്രം മതിയോ? പയ്യന്മാരെ മാത്രം മതിയോ? ഇവർക്കൊക്കെ സഞ്ചരിക്കാനുള്ള കുതിര വേണ്ടേ? നാട്ടിലെ എല്ലാ കുതിരകളെയും പിടിച്ചോണ്ട്. ആദ്യമായിട്ട് കുതിര വന്നപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഗുണമില്ലാത്തതാണ്, വിറ്റോളാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ അല്ലല്ലോ, ഞാൻ വിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഈ രാജാവിൻ്റെ ആൾക്കാർ പിടിക്കാൻ വരുമ്പോഴും നാട്ടുകാരെന്ത് പറഞ്ഞു? എന്തായാലും മകനില്ല, ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പറ്റും, എന്ത് ചെയ്യണം, ഈ കുതിര ആർക്കെങ്കിലും കച്ചവടമായിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇതെൻ്റെതല്ല, ഇങ്ങനെ വന്നതാണ്. ഇപ്പോൾ രാജാവ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഗവൺമെൻറ് റേറ്റേ കിട്ടുള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒന്നും തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, അത് പോയാൽ മതി. കുതിരയെ പിടിച്ചുകൊണ്ടുപോയി. വലിയ യുദ്ധമൊന്നും നടത്തേണ്ടി വന്നില്ല രാജാവിന്, പെട്ടെന്ന് തന്നെ വിജയിച്ചു. യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് വലിയ കിഴി കൊടുത്തു. മനസ്സിലായോ? ഈ നാട്ടുകാരിലെ എല്ലാ മക്കളും തിരിച്ചു വന്നു. എന്തുകൊണ്ട് വന്നു? കുറെ കാശും കൊണ്ടുവന്നു. ഈ വീട്ടിൽ മാത്രം കുതിരയും പോയി. മനസ്സിലായോ? രാജാവ് യുദ്ധമൊക്കെ കഴിഞ്ഞ് കുതിരകളൊന്നും ആവശ്യമില്ല, എന്ത് ചെയ്തു? എല്ലാ കുതിരകളെയും അഴിച്ചു വിട്ടു. പണ്ടൊക്കെ അങ്ങനെയാ. ആ കുതിര ഇദ്ദേഹത്തിൻ്റെ ആണ് തിരിച്ച് ഈ വീട്ടിൽ തന്നെ വന്നു. രാജാവിൻ്റെ കുതിര തിരിച്ചുവിടെ വന്നു. ഇപ്പോൾ ബാക്കി എല്ലാവരും ലാവിഷായിട്ട് കാശൊക്കെ ഉള്ളവരായി. ഇയാൾക്ക് കുട്ടീനെയും നോക്കണം, കുതിരേനെയും നോക്കണം. കാശാണെങ്കിൽ അതും കിട്ടിയില്ല. ആ സമയത്ത് ഇവന് വല്ല കുഴപ്പമില്ലാത്ത സമയമാണെങ്കിൽ എന്താ കിട്ടിയേനെ? കുറച്ച് കാശ് കിട്ടിയാൽ ഇവരെ കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. ഇത് വിധിയാണോ അല്ലയോ? ഇങ്ങനെ മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ, ഇല്ലേ? അപ്പോൾ ഏതാ നല്ലത് ഏതാ മോശം നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ചില സംഭവങ്ങൾ വരുമ്പോൾ, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവരുടെയൊക്കെ പ്രായത്തിലൊക്കെ ചെരുപ്പില്ലാണ്ട് നടക്കുന്ന ഗ്രാമത്തിലെ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന പഴയ തറവാട്ടിലുള്ള ഒരു പയ്യനാണ്. നമ്മുടെ വീട്ടിലേക്ക് ഈ പണ്ട് കാലത്ത് ഈ ഹയർ കാസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കാസ്റ്റ് ഉണ്ടല്ലോ, ബ്രാഹ്മണന്മാരായാലും അല്ലെങ്കിൽ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരായാലും, നമ്മുടെയൊക്കെ രാജഭരണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഗ്രാമങ്ങളൊക്കെ ഭരിച്ചിരുന്നവരാണ് എൻ്റെ മുത്തശ്ശൻ. അപ്പം നമുക്കൊന്നും വീടുകൾ റോഡ് സൈഡിലല്ല. കാരണം നമ്മളൊന്നും റോഡ് സൈഡിൽ വീട് വെക്കരുത്. എന്താ കാരണം? അതത്ര നല്ല സ്ഥലമല്ല. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മുടെയൊക്കെ വീടുകൾ, എല്ലാ ഇല്ലങ്ങളും നോക്കിയാൽ കാണാം റോഡിൽ നിന്ന് കുറേ ഉള്ളിലാണ്. എവിടെയാണോ മെയിൻ പാത പോകുന്നത് അവിടുന്ന് അതിലേക്കായിട്ടൊരു വഴി ഉണ്ടാവും. എൻ്റെ വീടും അങ്ങനെയാണ്. 2 ഇടവഴി, അതിൻ്റെ ഉള്ളിലൂടെ കുറേ പോകണം. ഇഷ്ടംപോലെ പാമ്പുകളുള്ള സ്ഥലമാണ്. ഓക്കെ, ഇതൊക്കെ വെറുതെ കല്ലുകൊണ്ട് കെട്ടിവെച്ചതല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഓടുമ്പോൾ രാത്രി വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയമാണ്. അതുകൊണ്ട് നല്ല ഓട്ടം പഠിച്ചതാണ്. കാരണം എന്തിനെ പേടിച്ചിട്ടാണ് പോണേ? പാമ്പിനെ പേടിച്ചിട്ട്. അന്ന് ടോർച്ച് ചൂട്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ടോർച്ചൊന്നും കണ്ടിട്ടേ ഇല്ല. നമ്മുടെ ജന്മത്തിൽ വീട്ടിൽ ഒരു ടോർച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. 10 പേരുണ്ടാവും. ഇത് ആർക്കാ ടോർച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഓടും, ഒറ്റ ഓട്ടാണ്. ഓടുമ്പോൾ എന്താ വിചാരിക്കുക? ചവിട്ടിയാൽ പാമ്പൊന്നിക്കിൽ ചാവണം. ഇനി അത് ചാടി നമ്മളെ കടിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് എത്തണം. ആ ധൈര്യത്തിലാണ് ഓടണം, അല്ലെങ്കിൽ ആ ഭയത്തിലാണ് ഓടണം. അങ്ങനെ ഓടും. ഇടയിൽ എവിടെയെങ്കിലും ഒരു മുള്ളു കയറി കാലിൽ നിന്നിരിക്കുക, തീർന്നു കഥ. ഓക്കെ, അപ്പോൾ അമ്മയോട് പറയും ഇങ്ങനെ മുള്ളു കയറി. അച്ഛൻ ഉണ്ടായിരുന്നില്ല, അച്ഛൻ 4 വയസ്സപ്പം എനിക്ക് മരിച്ചതാണ്. അപ്പോൾ അമ്മ പറയും ഭാഗ്യം മോനെ, മുള്ളു കയറിയ ഭഗവാൻ ആ മുള്ളു കയറ്റിയതാ. കാരണം അതുവഴി ഒരു പാമ്പ് പോയിട്ടുണ്ടാവും. അവിടെ നിന്നിട്ട് അത് എടുത്ത് കളയുന്ന സമയം പാമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ടാവും. ഏത് വേദനയും എന്തായിട്ട് അന്ന് എന്നെ പഠിപ്പിച്ചിരുന്നു? ഭാഗ്യമായിട്ട് കരുതണമെന്നാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വിധി, ഇപ്പം അച്ഛൻ മരിച്ചു 4 വയസ്സുള്ളപ്പോൾ, അത് വിധി. അത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പം നല്ലതാവും, ചിലപ്പം മോശം, ആർക്കറിയാം. മനസ്സിലായോ? ഇപ്പം അച്ഛൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ചിലപ്പോൾ എൻ്റെ എല്ലാ ബ്രദേഴ്സും കൂടെ ഉണ്ടാകുന്ന ഒരു ലിങ്ക് ചിലപ്പോൾ എനിക്ക് ഉണ്ടായില്ല എന്ന് വരും. കാരണം ഞങ്ങളൊക്കെ വളർത്തിയത് എൻ്റെ ഏട്ടന്മാരാണ്. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ എനിക്ക് അച്ഛനെ പോലെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഏട്ടൻ മരിച്ചപ്പോൾ അടുത്ത ബ്രദർ എൻ്റെ അച്ഛനെ പോലെയാണ്. അപ്പോൾ അച്ഛൻ പോയി എന്നുള്ളതുകൊണ്ട് വലിയൊരു പ്രയാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആക്സിഡൻറ്റിലാണ് പോയത്, ഞാനും ഉൾപ്പെട്ടിട്ടാണ്. 4 വയസ്സുള്ളപ്പോൾ അത്ര വലിയ ബുദ്ധിയുള്ള സമയമൊന്നുമല്ല. ആ സമയത്ത് പോയത് നന്നായില്ലേ എന്ന് ആലോചിക്കാൻ. കാരണം കുറച്ചും കൂടി പ്രായം കൂടി കുറച്ചും കൂടി അനുഭവിച്ചുള്ള സമയത്തൊക്കെ ആണെങ്കിലോ ആ ഓർമ്മ കുറേ ഉണ്ടായാനേ മനസ്സിൽ, ഇല്ലേ? അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ 40 വയസ്സുള്ളപ്പോഴാണ് വിധവയായത്. ഇന്നൊക്കെ 40 വയസ്സിൽ വിധവ, 6 കുട്ടികൾ കൂടെ എന്നൊക്കെ പറയുന്നത് വലിയ ഭാരമാണ്. അന്നൊന്നൊരു ഭാരമായിരുന്നില്ല. നാട്ടിൽ തന്നെ ആയത് വലിയ കഷ്ടമായി. നാട്ടിൽ തന്നെ ആയത് വലിയ കഷ്ടം എങ്ങനെ ആവുക? അങ്ങനെ ആയതുകൊണ്ട് അമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ അടുത്തുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ബന്ധുക്കളാണ്.
അടുത്ത കാലത്ത് ഞാനൊരു കുടുംബസംഗമം എൻ്റെ തറവാട്ടിൽ വെച്ച് നടത്തി. 324 പേര് വിളിക്കാതെ തന്നെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ പലപ്പോഴും ഉണ്ട് എന്ന് കരുതുന്നതോ ഇല്ല എന്ന് കരുതുന്നതോ ഇതിലൊന്നും അർത്ഥമൊന്നുമില്ല. എൻ്റെ മകൻ്റെ റിസപ്ഷൻ നടത്തി 1200-2000 പേര് ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ടാവും. ആ ഫുൾ നടത്തിയത് എൻ്റെ നാട്ടിലെ ഒരു മുസ്ലിമാണ്. ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. ആകെ ബില്ല് വന്ന് 3,20,000 രൂപ കണ്ട. ഡെക്കറേഷനും ഭക്ഷണവും എല്ലാം അടക്കം, വണ്ടി അടക്കം. പുതിയ വണ്ടി മേടിച്ചത് തന്നെ ഇത് കപ്പിൾ പോകുന്ന സമയത്ത് പുതിയ വണ്ടി ഇരിക്കട്ടെ, അയാൾ വണ്ടി മേടിച്ച് എനിക്ക് തന്നിരിക്കണം. ആരെങ്കിലും ചെയ്യൂ? പറയൂ. പുതിയ വണ്ടി മേടിച്ചിട്ട് ആർക്ക്? നിങ്ങളുടെ വീട്ടിലെ മാരേജ് അല്ല, ഏതോ ഒരു മുസ്ലിം വണ്ടി മേടിച്ചിട്ട് എനിക്ക് തന്നിരിക്കുന്നു. എന്ത് വേണ്ട, എൻ്റെ മകൻ്റെ ആദ്യത്തെ പോകുന്നത് ആ വണ്ടിയിലാവണം, മാഷിൻ്റെ പഴയ വണ്ടിയിൽ പോയാൽ പോരാന്ന് പറഞ്ഞിട്ട്. മനസ്സിലാവണ്ടോ? ഞാനാ പോയി സെലക്ട് ചെയ്ത് കളറാണ് വേണ്ടത്, ഏത് കമ്പനിയാണ് വേണ്ടത്. ആര് ചെയ്യും? ഒന്നും അന്യോന്യം ഉണ്ടായിട്ടല്ല, അതാണ് ബന്ധം. അപ്പം ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കർമ്മങ്ങളൊക്കെ വലുതായിട്ടും അവിടെ ഇവിടെയൊക്കെ റിഫ്ലക്ഷനായിട്ട് മാറുന്നതാണ് നമ്മുടെ ഭാഗ്യം. മനസ്സിലായോ? അത് ഭാഗ്യമാണോ വിധിയാണോ എന്നൊക്കെ ആർക്കറിയാം? ഉണ്ടേലെന്ത് ഇല്ലേലെന്ത്, പണ്ടൊരു പാട്ടില്ലേ അങ്ങനെ മലയാളത്തിൽ, എന്താണ് അറിയില്ലേ നിങ്ങൾക്ക്? കോട്ടയം ഭാഗത്തൊന്നും ഇല്ലത് എന്താ? എനിക്കുണ്ടേലെന്ത് എനിക്കില്ലേലെന്ത്, നിന്റെ ഭർത്താവ് ഗൾഫിലല്ലേ? അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ വിധി വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന. അപ്പൊ അതിനൊന്നും നമ്മൾ മെനക്കെടേണ്ട, അറിയേണ്ട കാര്യം, ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം, ചെയ്യുന്നത്രയും നന്നായിട്ട് ചെയ്യാം, പറ്റുന്ന കാര്യങ്ങൾ അസലായിട്ട് ചെയ്യാം. നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ഓരോ നിമിഷവും ആലോചിച്ചുകൊണ്ടേയിരിക്കാം. ഓട്ടെ, അത്രയൊക്കെ വേണ്ട. ഈ കല്യാണം നടക്കേണ്ട ആവശ്യം എന്താ ഇപ്പം? എന്തിനു ഒരു മോന് കല്യാണം? 4 മക്കളുണ്ടായ കല്യാണം നടത്തണ്ടേ? ഒരു മോനുള്ളപ്പോൾ കല്യാണം നടക്കാത്തതാണോ? 4 മക്കളുണ്ടായിട്ട് 4 ആളുടെയും കല്യാണം നടക്കാത്തതാണോ പ്രശ്നം? അല്ല, ഈ കല്യാണം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് കൂടെ താമസിക്കുന്നതല്ല കല്യാണം. ഭാരതീയ സങ്കല്പപ്രകാരം മാരേജ് എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ പറയുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാ പ്രശ്നങ്ങൾ? ഈക്വൽ ആവണം, ഫാമിലി സ്റ്റാറ്റസ് നോക്കണം, വേണ്ടേ? രാജാവ് രാജാവിൻ്റെ ആളാവണം. ഞാൻ ചോദിക്കുന്നത്, പണ്ട് കാലത്ത് രാജാവായിട്ട് ഭരണമില്ലാത്ത കാലത്ത് പോലും രാജാവിൻ്റെ മക്കളെ വിവാഹം കഴിച്ചിട്ടുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണത്തിലുണ്ട്, ഉണ്ടോ ഇല്ലയോ? അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ സ്റ്റാറ്റസ്, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ പ്രായം, ഇതൊന്നും വിഷയമാക്കരുത് മാരേജിന് എന്ന് നമ്മുടെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ജാതകം നോക്കിയിട്ട് മാരേജ് ചെയ്യുന്നു. രാമൻ സീതയെ വിവാഹം കഴിച്ച പിന്നെ നോക്കിയിട്ടാ ആണോ? അങ്ങനെയാണെങ്കിൽ ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യം വരുമോ? പാണ്ഡു വിവാഹം കഴിച്ചത് അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുമായിരുന്നു? അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള, അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സങ്കല്പമാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഒരു സിസ്റ്റമൊക്കെ. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നായന്മാർ? കേരളത്തിൽ നായന്മാരെങ്ങനെയായിരുന്നു? സഹോദരിമാർക്ക് ആരെങ്കിലും വന്ന് കിടക്കണേ എന്ന് ഏതെങ്കിലും ബ്രാഹ്മണൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് 1 ദിവസം കിടക്ക്, 2 ദിവസം കിടത്ത്, 3 ദിവസം ഇഷ്ടമല്ലാത്ത സമയത്ത് അയാൾക്ക് പുറത്ത്, പിന്നെ അടുത്ത ആളെ കയറ്റും. ആണോ അല്ലയോ? ഈ പറയുന്ന കുടുംബ ബന്ധം, മാരേജ് സങ്കല്പം എന്നൊക്കെ പറയുന്ന വലിയ സങ്കല്പം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയായിരുന്നു? 100 കൊല്ലം ആയിട്ടില്ല, 50 കൊല്ലം മുമ്പ് വരെ എങ്ങനെയായിരുന്നു? 50 കൊല്ലം 100 കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നു അല്ലേ പറയും. ഞാൻ എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ മാരേജിന് നാട്ടിൽ പോയി. ഓക്കെ, ആ നാട്ടിൽ പോയ സമയത്ത് കുറേ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വൈകുന്നേരം മാരേജിൻ്റെ തലേദിവസം എല്ലാവരും വന്ന് അവിടെ താമസിക്കുമല്ലോ. ഇപ്പോൾ ഒരു വയസ്സായ സ്ത്രീ, 10-78 വയസ്സായി, മുറുക്കാൻ ചെല്ലം വെച്ചിട്ടുണ്ടാവും. അവിടെ വന്ന് മുറുക്കുന്ന സമയത്ത് ഓരോരാളെ പരിചയപ്പെടുകയാണ്. ഏത് തറവാട്ടിലാണ്. അപ്പോൾ അടുത്തിരിക്കുന്ന ആളിങ്ങനെ നിൽക്കുകയാണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നീ എന്നെ മറന്നു അല്ലേ? എൻ്റെ 3ാമത്തെ ഭാര്യയല്ലേ നീ? നിങ്ങളുടെ 4ാമത്തെ ഭർത്താവല്ലേ ഞാൻ? ഇയാളും 3-4 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, അവരും 3-4 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം പരിചയപ്പെടുകയാണ്. എന്നിട്ട് എന്നാ പോവാന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. പോവാണ്, വരുന്നുണ്ടോന്നാണ്. ഇപ്പോൾ വിളിച്ചിട്ട് എന്താ കാര്യം? മനസ്സിലായോ?
അപ്പം നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു സങ്കല്പങ്ങൾക്കൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ മാറ്റം വരും. ഇപ്പം കുറേ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിനൊന്നും ഒരു വലിയ വിലയൊന്നുമില്ല. അമേരിക്കയിലൊക്കെ എല്ലാ പിള്ളേരുടെയും ഏറ്റവും വലിയ ദുഃഖം ഭാരതീയരായിട്ടുള്ള കുട്ടികളുണ്ടാവില്ല, അവരെ ഞാൻ ക്യാമ്പൊക്കെ നടത്താറുണ്ട് അവിടെ. ആ കുട്ടികളൊക്കെ ഐ ആം സോ സാഡ്. എന്താ കാരണം? ഐ ഹാവ് ഓൺലി വൺ ഫാദർ, മൈ ഫ്രണ്ട് ഹാസ് ഗോട്ട് 3 fathers. വളരെ സുലഭമാണ് അവിടെയൊക്കെ. അവർ മിക്കവാറും ഒറ്റക്കാണ്. അവർക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഫ്രീഡം വേണം. ഇപ്പം ഞാൻ ഭഗവത്ഗീത ക്ലാസ് നടത്തുമ്പോൾ ഹസ്ബൻഡും വൈഫും രണ്ടാളും വരുന്നുണ്ടാവും. രണ്ടാളും സെപ്പറേറ്റ് കാറിലാണ് വരിക. കാരണം ഇത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ഹസ്ബൻഡ് എന്നോട് സംസാരിക്കുമ്പോൾ വൈഫ് അവിടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. അവരവരുടെ കാറിൽ അങ്ങോട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ ഓരോരാൾക്കും ഒരാൾക്കുള്ള കാറുണ്ട്, അവളുടെ ഹസ്ബൻഡിന് വേറെ കാറുണ്ട്. മനസ്സിലാവുണ്ടോ? തിരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തോന്ന് ഇന്ന് രാവിലെ ചോദിച്ചു. ഞാൻ നോട്ട് ഡിസൈഡഡ്. ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല എപ്പോഴാണെന്ന്. മെയ്യിലാണോ, മെയ് 2nd വീക്ക് മേ ബി. ആ ഫ്രീഡം, ആ ഇൻഡിപെൻഡൻസ് ആണ് ഇന്ന് ലോകം. ആണോ അല്ലയോ? അതല്ലാന്ന് നമ്മൾ കരുതുമ്പോഴാണ് ഈ കെട്ടിയിടുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടാവുന്നത്. അത് ലോകം മാറി. പണ്ട് ചെയ്ത പണിയല്ലല്ലോ ഇപ്പം ചെയ്യുന്നത്. ആണോ? പണ്ട് കാണുന്ന ലോകമല്ലല്ലോ ഇപ്പം കാണുന്നത്. അപ്പം എല്ലാം മാറും. വളരെ നാച്ചുറലാന്ന് എടുക്കുക. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ KG പഠിക്കണം, PG കഴിയണം, അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കണം, അത് കഴിഞ്ഞാൽ 1 കൊല്ലം കഴിയുമ്പോൾ പിള്ളേരുണ്ടാവണം, അത് കഴിഞ്ഞ് അമ്മൂമ്മക്ക് അത് നോക്കിക്കൊണ്ടിരിക്കണം. അത് അമ്മയുടെ സ്വാർത്ഥത. നമുക്ക് വേറെയും ഇഷ്ടം പോലെ പണിയുണ്ട് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പം അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരായി അവരുടെ പാടായി, അതിൽ ഇടപെടാനേ പാടില്ല. അതുകൊണ്ട് അത് ഇപ്പല്ല. നമ്മുടെ ഭാരതീയ സങ്കല്പ പ്രകാരവും ബ്രഹ്മചര്യം, പിന്നെ ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥം, പിന്നെ സന്യാസം. ഏത് പ്രായം? ബ്രഹ്മചര്യം 20 വരെ, 40 വരെ ഗാർഹസ്ഥ്യം. 40 കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ഒന്നും ആലോചിക്കരുത്. എന്ത് ചെയ്യണം? എന്താ വാനപ്രസ്ഥം? ഒന്നും കൊണ്ട് ഇടപെടാൻ. വാനം, ആകാശം. വനപ്രസ്ഥല്ല കേട്ടോ, കാട്ടുപോലല്ല. പലരും ട്രാൻസ്ലേറ്റ് ചെയ്യാറ് കാട്ടുപോണം എന്നാണ്. കാട്ടുപോലല്ല, വാനപ്രസ്ഥാണ്. വനപ്രസ്ഥല്ല. വനം കാട്, വാനം ആകാശം. എൻ്റെ ഡിപ്പാർട്ട്മെന്റ്, ഗം ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ഇപ്പോൾ വാനപ്രസ്ഥത്തിൽ എന്തുണ്ടാവണം? നിങ്ങൾക്ക് നല്ല ആകാശം ഉണ്ടാവണം. ആകാശത്തിന്റെ സംസ്കൃതം ഘം എന്നാണ്. എന്താണ് നല്ല ആകാശം എന്ന് പറഞ്ഞാൽ? സു ചേർത്തിട്ടുള്ള ഘം, അതാണ് സുഖം. കുടുംബത്തിന്റെ സമയത്ത് സുഖം ഉണ്ടാവില്ല. പല വേവലാതി ഉണ്ടാവണം. കാശുണ്ടാക്കണം, വീടുണ്ടാക്കണം, മക്കൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, അവരുടെ പറഞ്ഞേക്കണം, നമുക്ക് ജോലിക്ക് പോകണം, ഇതൊക്കെ ഉണ്ടാവും. ശരിക്കും 40 വയസ്സ് 50 വയസ്സ്. ഞാനൊക്കെ 42 വയസ്സിൽ റിട്ടയറായി. പിന്നെ ആകാശം തോന്നുന്നിടത്തൊക്കെ പോകും. ഫൈൻ. അത് കഴിഞ്ഞാൽ ഇപ്പം അവിടെ ഇവിടെയൊക്കെ തണ്ടി നടക്കണം, ഇല്ലേ? മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ സന്യാസം. 60 ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്തിരിക്കുക, വേണ്ടവർ വരിക. അങ്ങോട്ട് പോലും പോകാൻ പാടില്ല ഒരാളടുത്ത്. അതാണ് സന്യാസം. എല്ലാത്തിനെയും ത്യജിക്കുന്നൊരവസ്ഥയാണ് സന്യാസം. ആ അവസ്ഥയിലേക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കുക. അതാണ് ഗുഹയിലൊക്കെ പോയിരിക്കണത്. അത്യാവശ്യം വേണമെങ്കിൽ പോയിട്ട് തപ്പി കണ്ടുപിടിക്കണം. ആളുടെ മുന്നിൽ വരരുത്, ഒളിഞ്ഞിരിക്കുക വേണ്ടത്. അത് പണ്ടുള്ളതാണ്. 40 മുതൽ 60 വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സമൂഹത്തിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം സഹായിക്കാൻ പറ്റുന്ന, അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന നിലകളിലൊക്കെ അവർക്ക് ഡയറക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ അവരെയൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ അവരുടെ മക്കൾ 20 വയസ്സാവുന്ന പ്രായം വരുമ്പോഴത്തേക്കും, അവർ പ്രൊമോഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് 16 വയസ്സാണ് 20 വയസ്സാണ് ജനറേഷൻ. ഇപ്പോൾ 20 അല്ല 16 വയസ്സായി. കാരണം ഫാസ്റ്റ് മൂവിങ് ആണ്, അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ അധികം ഇടപെടരുത് എന്നർത്ഥം. ശരി, മക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് പറയണം? ശരി. ഏറ്റവും വലിയ ദുഷ്ടന്മാരാരാന്നറിയോ? ഈ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും. എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയാൻ കേട്ടോ. അത് നിങ്ങൾക്കിപ്പോൾ തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രായമാകുമ്പോൾ അവർക്ക് പറയാൻ പറ്റും. എന്താ പറയുക? കാരണം ചെറിയ കുട്ടികളൊക്കെ, ഞാൻ ഡൽഹിയിലിരിക്കുന്ന സമയത്ത് 2007-2009 കാലത്തിൽ ചെറിയ പിള്ളേർ അമ്പലത്തിൽ വരുമ്പോൾ ഞാൻ ആ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടാവും എപ്പോഴും. മുമ്പിൽ പോയി ഭഗവാനൊന്നും ഉപദ്രവിക്കാറില്ല, നമുക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല.
ഒരു മൂലക്ക് ഇരിക്കും. പിള്ളേർ വരുമ്പോൾ അവരോട് തമാശയൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് കുറേ സമയം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചുമ്മാ ഒരു ദിവസം തോന്നിയ ഒരു കഥ പിന്നൊരു സംഭവമായിട്ട് ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. പല ക്യാമ്പുകളിലും ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇതിൽ ചെയ്യുന്നതിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് എത്ര മാർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. ഇന്നലെ ചെയ്യിപ്പിച്ചതാണ്. അമ്മക്ക് എത്ര മാർക്ക് കൊടുക്കും? ആ ചെറിയ കുഞ്ഞ് വർത്തമാനം പറഞ്ഞ് 3 വയസ്സായിട്ടുള്ളൂ. 0. അച്ഛന് 0. ഒരു സംശയമില്ല, എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അതാണ്. അമ്മൂമ്മക്ക് 100, അപ്പൂപ്പന് 95. മോനെ, അമ്മൂമ്മ ആരെക്കുറിച്ച് സ്ഥിരമായിട്ട് കുറ്റം പറയാം? അമ്മയെ ഒന്നിനും കൊള്ളില്ല, അമ്മയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? അമ്മൂമ്മ സ്ഥിരമായിട്ട് പറയും. എന്താ അമ്മൂമ്മ പറയാൻ കാരണം? നാട്ടില് നല്ല തറവാട്ടിൽ സുഖമായിട്ട് കാറ്റും വെളിച്ചൊക്കെ കൊള്ളേണ്ട അമ്മൂമ്മേനെ ഏടെ പിടിച്ചു കൊണ്ടിട്ടു? ഡൽഹിയിൽ ഫ്ലാറ്റ് കൊണ്ടിട്ടു. എന്തിനാ കൊണ്ടിട്ടത്? ഈ മക്കളെ നോക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് മനസമാധാനമില്ല, അവർക്ക് സന്തോഷമില്ല. ആ സമയത്ത് സന്തോഷത്തിലിരിക്കേണ്ട സമയത്ത് അവരെന്താ ചെയ്യണേ? ഈ 4 വാളിനുള്ളിൽ അല്ലേ? അതിനാരാ കാരണം? നിന്റെ അച്ഛനാ കാരണം, നിന്റെ അമ്മയാ കാരണം. ആണോ അല്ലയോ? അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു കാലത്ത് അവർക്ക് അത് വേണം എന്നുള്ള ഉറപ്പാണ്. അതില്ലെങ്കിൽ മനപ്രയാസം വരും. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പ്രയാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട്, നമുക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടൊക്കെ നമുക്ക് മനപ്രയാസം ഉണ്ടാവാം. ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ചിട്ട് ഈ സമയത്തൊന്നും മനപ്രയാസം ഉണ്ടാവാൻ പാടില്ല. എൻ്റെ കാലം കഴിഞ്ഞു. 20 മുതൽ 40 വരെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അവർക്ക് അവരുടെ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള, അവർക്ക് ആവശ്യമുള്ളവരെ വിവാഹം കഴിക്കാനുള്ളൊരു ഫ്രീഡം അവർക്കുണ്ടാവുകയാണ് വേണ്ടത്. അല്ലേ? രാമൻ വിവാഹം കഴിച്ചതോ സീത വിവാഹം കഴിച്ചതോ അച്ഛനും അമ്മയും പറഞ്ഞതോ കേട്ടിട്ടൊന്നുമല്ല. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ വിവാഹം കഴിച്ചു, അവരെ ആവശ്യമുള്ളവർ. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക പോലും ചെയ്യുന്നുണ്ട്. ഇല്ലേ? ആണോ അല്ലയോ? അതാണ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടവരെ നോക്കുക. നമ്മളിപ്പോൾ ഈ ഒരു കാലത്ത് നമ്മുടെ ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കാമൻ വരണേന്ന് പറഞ്ഞിട്ട് അല്ലേ? ആരെ കൊണ്ടാ ചെയ്യിപ്പിക്കണത്? കൊച്ചു പ്രായമുള്ള പെൺകുട്ടികളെ കൊണ്ടാ ചെയ്യിപ്പിക്കണത്. എന്താ പറയുന്നത്? എന്നിൽ കാമം വളരണേ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അതൊരു ആചാരമാണ്. അതേ സംഭവമാണ് ബിഹു. ഇതേ സമയത്താണ് ബിഹു നടക്കുന്ന ആസാമിൽ. എന്താ ബിഹു? കുട്ടികൾ വേഷമണിഞ്ഞ് ഡാൻസ് ചെയ്ത് അവരുടെ പുരുഷന്മാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ശ്രമം എല്ലാ പക്ഷികളും ചെയ്യുന്നതാണ്. അത് മനുഷ്യന്മാരും അതുപോലെ നമ്മുടെ ആചാരങ്ങളിൽ ഭഗവാന്റെ രൂപത്തിലൊക്കെ കാമൻ എന്ന് പറയുന്ന ഇതിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് സങ്കല്പം. ഇത് വേണ്ടവർ കഴിക്കുക, വേണ്ടാത്തവർ കഴിക്കണ്ട. നമ്മളോ കഷ്ടപ്പെടുന്നു, പിന്നെ അവരെ കൊണ്ട് കഷ്ടപ്പെടും. ഇല്ലേ? ആണോ അല്ലയോ? നമ്മൾ ഈ വലിയ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ വിവാഹം കഴിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കൂ. നിങ്ങൾ ഹാപ്പിയാണോ? ഉടനെ എല്ലാവരും കൈതാണ്. വിവാഹം കഴിക്കാത്തവർ കൈപൊക്കി. നിങ്ങൾ ഹാപ്പിയാണോ? അവരും ഹാപ്പിയല്ല. അപ്പോൾ ഈ ഹാപ്പിനെസ് വിവാഹം കഴിഞ്ഞതുകൊണ്ട് കിട്ടുന്നതല്ല. ഞാൻ കല്യാണം കഴിഞ്ഞതുകൊണ്ടെന്ന് വാക്ക് പറയാത്തതാണ്. പറ്റുന്നതും പറയാണ്ടിരിക്കും. പണ്ട് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചെന്ന് വരും. അല്ലേ? അപ്പം ഇതിലൊന്നും അർത്ഥം പ്രാരബ്ധാണ്. അല്ലേ? വൈഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറി ഇൻവൈറ്റഡ് ഫോർ എവർ ആണോ? എഴുതുകയാണ്. അതല്ല നിങ്ങൾ എഴുതേണ്ടത്, ഹസ്ബൻഡാണ് എഴുതേണ്ടത്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസ്ബന്ദ് എന്നാണ്. എന്താണ്? ഹസ്ബന്ദ്. ചിരിക്കാൻ പാടില്ല. അല്ലേ? ഏറ്റവും സ്മാർട്ടായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുക. ആണോ അല്ലയോ? വിവാഹം കഴിഞ്ഞാൽ പറയും, ഇനി എവിടെ, എങ്ങനെ, എപ്പോൾ ചിരിക്കണമെന്ന് ഞാൻ പറയും. അധികം സ്മാർട്ടാവരുത് കേട്ടോ. പറയോ ഇല്ലയോ? ഹസ്ബന്ദ്. പിന്നെന്താവാം? ഹസ്ത്ബന്ദ്. ഹസ്ത്ബന്ദ് भी हो सकता है. ഒന്നും അർത്ഥമൊന്നുമില്ല എൻ്റെ കുട്ടി. ഇങ്ങനെ അങ്ങോട്ട് പോണവരെ പോട്ടാൻ നോക്കുക. ഒരു ദിവസം എന്തായാലും ഭസ്മാവും. ആവില്ലേ? അല്ലേ? എന്തിനാ കുറച്ച് പ്രായം കഴിയുമ്പോൾ ഭസ്മം ഇടുന്നത്? ഞാൻ ഇങ്ങനെ ആവാൻ പോണ ആളാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ പെരുമാറിക്കോ, ഞാൻ എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോവാന്ന് പറയും. അതിനായിരുന്നു പറഞ്ഞില്ല അല്ലേ? അത് കാണിക്കാനാ. അതുകൊണ്ടാണ് നല്ല പോലെ ഇടുന്നത്. ഞാൻ ഇതാവും, അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുത്, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കാൻ വരുന്നുമില്ല. ഫൈൻ. ഇത് സുഖമെന്ന് ആലോചിച്ചു. ഏറ്റവും നല്ല സുഖമുള്ള അവസ്ഥ ഏതാണ്? സാരില്ല.
നിനക്കായിട്ടില്ല കേട്ടോ അഭിപ്രായം. ഭസ്മൊന്നും ഇടാൻ പാടില്ല. ചന്ദനം ഇട്ടാൽ മതി, നല്ല മണം. ചന്ദനം എവിടെ ഇടണം? പുരികത്തിൻ്റെയും നെറ്റിയിലല്ല, പുരികത്തിൻ്റെയും മൂക്കും ജോയിൻ ചെയ്യുന്ന ആജ്ഞാചക്രത്തിലാണ് ഇടേണ്ടത്. മുകളിലിടുന്ന ആളെ കാണിക്കാനാണ്, ആജ്ഞാചക്രത്തിലിടുന്ന നമുക്ക് സുഖം കിട്ടാനാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന എൻ്റെ ശരീരത്തിലെ എൻ്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ എത്തുന്ന പോയിന്റിനെയാണ് ആജ്ഞാചക്രം എന്ന് പറയുക. എന്താ പറയുക? ഞാൻ എവിടെ ഇരിക്കണേ? എൻ്റെ കൈയാണോ എന്നോട് അടുപ്പിച്ചുള്ളത്, എൻ്റെ മൂക്കാണോ? അങ്ങനെ ഓരോ ഭാഗം തൊട്ട് ചോദിക്കാം. എന്നിൽ അടുപ്പിച്ച് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം ഏതാണ്? അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് തീരുമാനിച്ചിട്ടുള്ളതാണ്. അവസാനം ഞാൻ എവിടെ എത്തും? ഇവിടെ എത്തും. പുരികവും മൂക്കും ജോയിൻ ചെയ്യുന്ന സ്ഥാനില്ലേ, അതിന് ആജ്ഞാചക്രം എന്ന് പറയാം. അവിടെയാണ് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോഴൊക്കെ തൊട്ടിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യും. ഒരാളെ നോക്കി സംസാരിക്കുമ്പോൾ എവിടെ നോക്കി സംസാരിക്കണം? കണ്ണിലല്ല, 2 കണ്ണിൽ നോക്കാൻ പറ്റില്ല. ഒരു പോയിന്റിലേ നോക്കാൻ പറ്റുള്ളൂ എപ്പോഴും, ഇല്ലേ? അതുകൊണ്ട് കണ്ണ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. നോ, എവിടെ നോക്കണം? പുരികവും മൂക്കും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നോക്കിയാൽ മാർക്കറ്റ് ചെയ്യാന്ന് പറയാം. നമ്മൾ MBA ഒക്കെ മാർക്കറ്റിംഗ് ടെക്നോളജി. ഒരാളെ എവിടെ നോക്കിയിട്ട്, ഇനിയിപ്പോൾ എല്ലാവരെയും അങ്ങനെ നോക്കിയിട്ട് വശമാക്കരുത് കേട്ടോ, മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കല്ലേ. അവിടെയാണ് നമ്മൾ നോക്കുക, അറിയാതെ അവിടെയാണ് നോക്കുക, നമ്മൾ അറിയുന്നില്ല അവിടെയാണ് നോക്കണം, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയാണ് നോക്കുക. അതിനാണ് ഈ പൊട്ടും ഒക്കെ അവിടെ ഇടുന്നത്. ഫൈൻ ഉണ്ട്, അവിടെ തന്നെ സാൻഡിൽ. അപ്പോൾ ഒരു കുളിർമ കിട്ടും. ഇതിനടുത്തത് കുളിർമ കിട്ടാൻ വേണ്ടി, ഗന്ധം, തണുപ്പ് ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. അയ്യങ്കാരുമാരെ കണ്ടില്ലേ? ഇവിടുന്നേ തുടങ്ങും, എന്നിട്ട് മുകളിലോട്ട് അവിടെയാണ്. കമോൺ. അത് മലയാളികൾക്ക് എല്ലാം നല്ലതും ബാക്കിയുള്ളവർക്ക് ദുഃഖമായിട്ട് മാറുന്നുണ്ട്. ഗുഡ് ആണ്. എന്താണത്? എന്താണ്? പോയി തിരിച്ചു വരുന്നില്ലേ? ക്രിസ്തു തിരിച്ചു വരുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അത് നന്മയാണ്. പക്ഷെ പോകുന്നത് ദുഃഖമാണ്. അല്ല, അദ്ദേഹം പോകുന്നതിൻ്റെ ദുഃഖം. തിരിച്ചു വരും ഞായറാഴ്ച. പക്ഷെ തൽക്കാലം പോകുന്ന സമയത്ത് ഒരു ദുഃഖം നമുക്കുണ്ടാവും, ഇല്ലേ? അതുകൊണ്ട് ദുഃഖവെള്ളി മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ തൊട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ദുഃഖവെള്ളിയില്ല. ഇംഗ്ലീഷ് ഗുഡ് ഫ്രൈഡേ ആണല്ലോ. ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഗുഡ് ഫ്രൈഡേ ആണ്. ഇറ്റ്സ് എ ഗുഡ് ഫ്രൈഡേ. തിരിച്ചു വരാനുള്ളൊരു പോക്കാണ്. അത് നല്ലതാണ്. നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്നത് നല്ലതാണോ ദുഃഖമാണോ? നല്ലതാണ്. ഇപ്പോൾ യു ആർ ഗോയിങ് ഫോർ സം പ്രോഗ്രാം, ഗുഡ് എന്ന് വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. പക്ഷെ കേരളത്തിലും ചില ഭാഗത്തൊക്കെ സൗത്ത് ഇന്ത്യയിൽ മാത്രം എല്ലാ സീരീസും നോക്കി എങ്ങനെയായിരിക്കും, ഇല്ലേ? മാരേജ് കഴിഞ്ഞ് പോകുമ്പോഴും ഒരു ആചാരമാണ് വെറുതെ കരയാന്നുള്ളത്. ഇവർ പോയി ശല്യം തീർന്നോട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഒരാചാരമാണ്, എല്ലാവരും ചെയ്യുന്നൊരു ഭംഗി. അങ്ങനെ പിന്നെ വലിയ ഒരു പ്രാധാന്യമൊന്നുമില്ല. അതുകൊണ്ട് നന്മയുടെ ദിവസം തന്നെയാണ്. അതുകൊണ്ടാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്.